മതിൽ പോലെ പ്രശ്നങ്ങൾ വഴിമുട്ടി നിൽക്കുമ്പോൾ സ്വർഗത്തിലെ കിളിവാതിൽ തുറന്ന് വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ താൻ സഹിച്ച പീഡനങ്ങളെക്കുറിച്ച് കൊരിന്ത്യ സഭയോട് പ്രതിപാദിക്കുന്നു. എത്രയെത്ര ആപത്തുകളിൽ കൂടിയാണ് അപ്പോസ്തലൻ കടന്നുപോയത്. ആപത്തുകളെക്കുറിച്ച് അപ്പോസ്തലൻ ഇങ്ങനെ വിവരിക്കുന്നു: ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദന്മാരാൽ ഞാൻ 40 അടി 5 വട്ടം കൊണ്ട്, 3 വട്ടം കോലിനാൽ അടികൊണ്ട്, ഒരിക്കൽ കല്ലേറ് കൊണ്ട്, ഒരിക്കൽ കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കം ഉണ്ട്. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 23 മുതൽ 28 വരെയുള്ള വേദഭാഗങ്ങൾ. ഇത്രയേറെ ബലഹീന നിമിഷങ്ങൾ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടും ആ ബലഹീന നിമിഷങ്ങളെ സംബന്ധിച്ച് പ്രശംസിക്കുകയും കഷ്ടങ്ങൾ ദൈവം നൽകുന്ന വരമാണെന്ന് പറയുകയും ചെയ്യുന്ന ഒരു ശക്തനായ അപ്പോസ്തലനെ നാം കാണും. ഒരിക്കൽ ഒരു രാജ്യം മുഴുവനും പൗലോസിനെതിരെ തിരിഞ്ഞു. ദമസ്കോസിലെ അരേദ രാജാവിൻ്റെ നാടുവാഴി പൗലോസിനെ പിടിപ്പാൻ ഒരു കാവൽ പട്ടാളത്തെ തന്നെ ഏർപ്പാടാക്കി. ആ ഭാഗം നാം ഇങ്ങനെ വായിക്കുന്നു: ദമസ്കോസിലെ അരേദ രാജാവിൻ്റെ നാടുവാഴി എന്നെ പിടിപ്പാൻ ഇച്ഛിച്ചു. ദമസ്കോസ് പട്ടണത്തെ കാവൽ വെച്ചു കാത്തു. എന്നാൽ അവർ എന്നെ മതിലിലുള്ള ഒരു കിളിവാതിൽ വഴിയായി ഒരു കൊട്ടയിൽ ഇറക്കി വിട്ടു. അങ്ങനെ ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് തെറ്റി ഓടിപ്പോയി. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 32-33 വാക്യങ്ങൾ. ഒരു സൈന്യം എതിരായി വന്നാലും സ്വർഗത്തിലെ കിളിവാതിൽ തുറന്ന് രക്ഷ നൽകുന്ന ദൈവമുണ്ട്. പത്രോസും പൗലോസും കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും ദൈവം വാതിലുകളെ തുറന്നും അവരെ രക്ഷിച്ചു. കാരണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ജനം അവരുടെ പുറകെ ഉണ്ടായിരുന്നു. ഏത് ബന്ധനത്തിലാണെങ്കിലും ദൈവം നമുക്ക് വേണ്ടി ഒരു കിളിവാതിൽ തുറക്കും. ദൈവം തുറന്നാൽ അത് ആർക്കും അടയ്ക്കുവാൻ സാധ്യമല്ല. ജീവിത പന്താവുകളിൽ അടഞ്ഞ വഴികൾ തുറക്കുവാൻ ദൈവം സാധ്യതകളെ ഒരുക്കി വയ്ക്കും. പൗലോസിന് മതിലിലുള്ള കിളിവാതിൽ തുറന്നു കൊടുത്തത് ദൈവമക്കളാണ്. ഏത് അസാധ്യങ്ങളെയും സാധ്യമാക്കുവാൻ ദൈവത്തിന് കഴിയും. അതിനാൽ വിശ്വാസത്തോടെ പരിപൂർണമായി ദൈവത്തിൽ ആശ്രയിക്കാം. അതിനാൽ നമുക്ക് ധൈര്യത്തോടെ പറയാം: ഒരു സൈന്യം എനിക്ക് എതിരെ വന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. കാരണം ദൈവം എന്നോട് കൂടെ ഇരിക്കുന്നു. നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. 18-ാം സങ്കീർത്തനം 28-29 വേദവാക്യങ്ങൾ. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com